മനീഷ് മഹിപാൽ കൂടി നമുക്ക് പങ്കുചേരുന്നു. മനീഷ് മഹിപാൽ, അമ്പലപ്പുഴയിൽ ജി സുധാകരന്റെ വിജയം ഇടതു കോട്ടകളെ യഥാർത്ഥത്തിൽ അമ്പരപ്പിക്കുകയാണ്. രണ്ട് തരത്തിലുള്ള നെറേറ്റീവുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. ഒന്ന്, ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് മാറിയതോടുകൂടി സമുദ്രത്തിലെ തിരയല്ല, പകരം ഒരു ബക്കറ്റിലെ തിര മാത്രമാണ് സുധാകരൻ എന്നൊരു നെറേറ്റീവ്. രണ്ട്, കോൺഗ്രസിലേക്ക് ജി സുധാകരൻ പോയതോടുകൂടി ഏതെങ്കിലും തരത്തിൽ ജി സുധാകരനോടൊപ്പം പോകാനുള്ള ഇടതു വോട്ടുകൾ കൂടി മാറി നിൽക്കുമെന്നുള്ളത്. മൂന്ന്, ജി സുധാകരൻ കോൺഗ്രസുമായിട്ട് ചേർന്നു പോവില്ല, കോൺഗ്രസിൽ നിന്ന് തന്നെ ജി സുധാകരനെതിരെ നീക്കമുണ്ടാകുമെന്നുള്ളത്. ഈ മൂന്ന് പ്രധാനപ്പെട്ട ആഖ്യാനങ്ങളും തകർന്നടിയുന്ന കാഴ്ചയാണോ അമ്പലപ്പുഴയിൽ കണ്ടത്? അതും 27,000 കാൽ ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അമ്പലപ്പുഴയിൽ നിന്ന് ജി സുധാകരൻ ഇപ്പോൾ UDF-ന്റെ സ്വതന്ത്രനായി സഭയിലേക്ക് എത്തുന്നത്. മനീഷ് മഹിപാൽ. അരുൺകുമാർ, ഇവിടെ അക്ഷരാർത്ഥത്തിൽ ജി സുധാകരന്റെ കണക്കുകൂട്ടലുകളെല്ലാം ശരിയാകുന്നു. പാർട്ടിയുടെ കണക്കുകൂട്ടൽ തെറ്റുന്നുവെന്ന് മാത്രമല്ല, പരമ്പരാഗത പാർട്ടി വോട്ടുകൾ നഷ്ടപ്പെടുന്നു. അതായത് 27 വാർഡുകളുള്ള ആലപ്പുഴ നഗരസഭയിലായിരുന്നു ആദ്യത്തെ റൗണ്ട്. അവിടെ 6,000 വോട്ടുകൾ കഴിഞ്ഞ തവണ LDF-നുണ്ട്. എല്ലാ തവണയും വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന, ലീഡ് ലഭിക്കുന്ന സ്ഥലങ്ങളാണ് നഗരസഭയും പുന്നപ്ര വടക്കും അമ്പലപ്പുഴ വടക്കും ഒക്കെ ഉള്ള. അതായത് നിലവിൽ അമ്പലപ്പുഴ വടക്ക് H. സലാമിന്റെ സ്വദേശമാണ്. അവിടെ പോലും ലീഡ് ലഭിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും, KC വേണുഗോപാൽ മത്സരിക്കുന്ന ഘട്ടത്തിൽ പോലും ലഭിച്ചിരുന്ന വോട്ടുകൾ പോലും ഇത്തവണ ലഭിച്ചിട്ടില്ല. അതായത് പാർട്ടിയുടെ കണക്കുകൂട്ടൽ അനുസരിച്ച് 6,100 വോട്ടുകൾക്ക് പിന്നിലായിരുന്നു എന്നായിരുന്നു. പക്ഷെ അത് ഷുവർ വോട്ടുകൾ മാത്രം കൂട്ടിയുള്ള കണക്കുകൂട്ടലായിരുന്നു. പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് 1/4 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിന് ജി സുധാകരൻ ജയിക്കുമ്പോൾ യഥാർത്ഥത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റിയെന്ന് മാത്രമല്ല, ഇവിടെ പാർട്ടി നേരത്തെ വിചാരിച്ചിരുന്ന അടക്കമുള്ള ചില വോട്ടുകൾ പ്രതീക്ഷിച്ചിരുന്നു, അതൊന്നും കിട്ടിയിട്ടില്ല. ഒപ്പം തന്നെ ജി സുധാകരൻ ഇപ്പോഴിതാ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നത് ഇത്തരത്തിൽ തനിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ നടത്തി. ആ പ്രചരണങ്ങൾ ഒരു തരത്തിൽ തനിക്ക് ഗുണമായി മാറി. താൻ മുടന്തനാണ്, അല്ലെങ്കിൽ തനിക്കെതിരെ വ്യാജ പ്രചരണം നടത്തി. ആ പ്രചരണങ്ങൾ തന്നെ തനിക്ക് അനുകൂലമായൊരു പ്രചരണമായി മാറി എന്ന കാര്യമാണ് ജി സുധാകരൻ പറയുന്നത്. ആലപ്പുഴയിൽ ഇപ്പോഴിതാ 9 മണ്ഡലങ്ങളിൽ 3 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. ചേർത്തലയിലും ചെങ്ങന്നൂരിലും മാവേലിക്കരയിലും മാത്രമേ ഉള്ളൂ പാർട്ടിക്ക് അല്ലെങ്കിൽ LDF-ന് ജയിക്കാൻ സാധിച്ചത്. മറ്റിടങ്ങളിലെല്ലാം പാർട്ടിയുടെ കോട്ടകൊത്തളങ്ങൾ തകർന്നടിയുകയായിരുന്നു. പ്രത്യേകിച്ചും കായംകുളത്ത് വലിയ ഭൂരിപക്ഷം ലഭിക്കുന്ന പത്തിയൂർ പഞ്ചായത്തിലടക്കം പാർട്ടി പിന്നിൽ പോകുന്നു. അവിടെ M. ലിജുവിന് പാർട്ടിയുടെ കോട്ടകൊത്തങ്ങളിലടക്കം UDF സ്ഥാനാർത്ഥിക്ക് ലീഡ് ലഭിക്കുന്ന കാഴ്ച കണ്ടു. അങ്ങനെ അമ്പലപ്പുഴയിലും കായംകുളത്തും അരൂരും ഒക്കെ തന്നെ, കുട്ടനാട്ടിലടക്കം പാർട്ടിയുടെ വലിയ ഭൂരിപക്ഷമുള്ള ചില വിഭാഗീയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ കൂടി അവിടെയും ഘടകകക്ഷിയായ NCPക്ക് വലിയ തിരിച്ചടി ലഭിച്ചു. പക്ഷേ നിലവിൽ പാർട്ടിയുടെ അസസ്മെന്റ് പ്രകാരമുള്ള ഒരു മണ്ഡലത്തിൽ പോലും ആ രീതിയിൽ അസസ്മെന്റ് പ്രകാരമുള്ള വോട്ടുകൾ ലഭിച്ചില്ല എന്ന് മാത്രമല്ല, വലിയ തിരിച്ചടികൾ പാർട്ടിയുടെ കോട്ടകൾ നേരിട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരമ്പരാഗത വോട്ടുകൾ നഷ്ടപ്പെട്ടതിൽ എന്താണെങ്കിലും പാർട്ടിയിൽ വലിയ ചോദ്യമാകും, ചർച്ചയാകും. അരുൺകുമാർ, വലിയ കടപുഴക്കി എറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. വലിയ സുനാമി അത് അങ്ങ് തുടങ്ങിയത് കാസർഗോഡ് നിന്നാണ്. തൃക്കരിപ്പൂരിൽ നിന്ന് തുടങ്ങി അത് നേരെ കണ്ണൂരിലേക്ക് എത്തി. ധർമ്മടത്ത് 6 റൗണ്ടുകളിൽ സാക്ഷാൽ പിണറായി വിജയനെ വിറപ്പിച്ച് ഒടുവിൽ തളിപ്പറമ്പ് കീഴടക്കി, ഒടുവിൽ പയ്യന്നൂരും കീഴടക്കി. ഇങ്ങ് മധ്യ കേരളത്തിലൂടെ വന്ന് വൈക്കത്തടക്കം വലിയ രീതിയിലുള്ള പ്രകമ്പനങ്ങൾ ഉണ്ടാക്കി. അങ്ങോട്ട് പോയാൽ ആലപ്പുഴയിൽ അമ്പലപ്പുഴയിലും പ്രകമ്പനങ്ങൾ ഉണ്ടാക്കിയാണ് ഈ വലിയ വലിയ തരംഗം അങ്ങ് ചടയമംഗലം കടന്ന് തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുന്നത്. എന്ന് വെച്ചാൽ കൊല്ലത്തെ അടക്കം വലിയ മണ്ഡലങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, ഇരവിപുരം പോലൊരു മണ്ഡലത്തെയൊക്കെ RSP തിരിച്ചു പിടിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ചടയമംഗലം പോലൊരു മണ്ഡലത്തെ വീഴ്ത്തുന്നു എന്നത് ചെറിയ കാര്യമല്ല. അവിടെയൊക്കെ വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം UDF ആധികാരികമായി വിജയിക്കുകയും LDF വിജയിച്ച സ്ഥലങ്ങളിലെല്ലാം നേരിയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുകയും ചെയ്തതാണ് കണ്ടത്. ചില മണ്ഡലങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ അതിൽ ആറന്മുള മണ്ഡലം പ്രത്യേകിച്ച് പറയണം. ആറന്മുള മണ്ഡലത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഇക്കുറി പരാജയപ്പെടുന്നത് അബിൻ വർക്കിയോടാണ്. അബിൻ വർക്കി വലിയ ഭൂരിപക്ഷത്തിലാണ് ഇത്തവണ ആറന്മുളയിൽ നിന്ന് വിജയിച്ചു കയറുന്നത്. തനിക്കെതിരെ ഉണ്ടായിരുന്ന എല്ലാ മണ്ഡലത്തിലെ എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ടാണ് അബിൻ വർക്കി വർക്കാവുന്നത്.